എല്ലാവർക്കും വേണ്ടത് പെട്ടെന്നുള്ള സക്സസ് ആണ്. ലൈഫിൽ പെട്ടെന്ന് ഉണ്ടാവണ ആ ഒരു സക്സസ് ആർക്കും എല്ലാവർക്കും എന്ന് വെച്ച് ഫസ്റ്റ് തന്നെ ഒരു തുടങ്ങുന്ന ബിസിനസ് സക്സസ് ആവണം. ഫസ്റ്റ് തന്നെ ഒരു ഉണ്ടാക്കുന്ന വീഡിയോ വൈറലാവണം. അതുപോലെ തന്നെ പോലെ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും പോലെ എന്ത് സർവീസ് സ്റ്റാർട്ട് ചെയ്താലും അത് ഫസ്റ്റ് തന്നെ സക്സസ് ആവണം. ആർക്കും ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ ഒരു ബിഗിനർ ആയി കണ്ടേ ലോങ് ടേമിലേക്ക് നമ്മൾ എന്ത് സംഭവം ചെയ്യുമ്പോഴും ബിഗിനറായി നിൽക്കാൻ ആർക്കും കഴിവില്ല. സോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് നമ്മൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് ലോങ് ടേം ലൈഫിൽ സക്സസ് ആവുന്ന സംഭവങ്ങളെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. ഇപ്പോൾ വീഡിയോ ഒക്കെ പോണതിന് മുന്നേ ഇവിടെ പുതിയതാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മുബഷർ. അങ്ങനെ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആണ് ഓരോ ലൈഫിൽ ചേഞ്ചസ് ഇമ്പ്രൂവ്മെന്റ്സ് വരുത്താൻ പറ്റുന്ന ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, ഹെൽത്ത്, ഫോക്കസ് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഞാൻ കണ്ടന്റ് ഉണ്ടാകുക. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്നാണ് അതിന് ഈ റിസർച്ചേഴ്സ് സയന്റിസ്റ്റ് ഒക്കെ പറയണത്. അതെന്താ വെച്ചാൽ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആൻഡ് ഷോർട്ട് ടേം ഗ്രാറ്റിഫിക്കേഷൻ, ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സംഭവം തുടങ്ങും, പിന്നെ അതിങ്ങനെ ചെയ്ത് ഇങ്ങനെ പോകും. ലോങ് ടേമിലേക്ക് ആ സംഭവം ഇങ്ങനെ സക്സസ് ആക്കി കൊണ്ടുപോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് റിസൾട്ട് കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല, അതൊരു ഗ്രാഫ് മരിക്കാരം. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ എത്തിയും ചെയ്ത് നോക്കും. അതായത് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങും, എന്നിട്ട് എന്താ വെച്ചാൽ അതിന്റെ ഏറ്റവും പീക്ക് സക്സസിലേക്ക് എത്തൂല. അത് എത്തണമെങ്കിൽ ഒരു നല്ല ഡെക്കേഡ്സ്, അതാണ് ഈ പറയുന്നത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. അതിലൊരു 10 അല്ലെങ്കിൽ 15 ചില സമയങ്ങളിൽ 20 വർഷമൊക്കെ എടുത്തിട്ട് ആ ഒരു ലാസ്റ്റത്തെ ഡെസ്റ്റിനേഷനിലേക്ക് ആ ഗോൾക്ക് എത്തുള്ളൂ. പക്ഷെ അതുവരെ ഒരു ആവറേജ് സക്സസിൽ അങ്ങനെ പോകും. കാരണം എന്താ, നമ്മൾ ആവറേജ് പേഴ്സൺ ആണോ ആവറേജ് പേഴ്സണോ അല്ല, അന്ന് നമ്മളതൊരു ഓണ്ടർപ്രണർ ആണോ അങ്ങനെ ആയിരിക്കാം. അങ്ങനത്തെ ഗ്രാറ്റിഫിക്കേഷൻ ആണ് ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്നാണ് അതിനെ റിസർച്ചേഴ്സ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. എന്ത് സംഭവം തുടങ്ങുമ്പോഴും പെട്ടെന്ന് സക്സസിലോട്ട് പോകാനുള്ള മൈൻഡ് സെറ്റ്. അതായത് ഇപ്പോൾ വില ബിസിനസ് തുടങ്ങിയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ പോലെ എന്തെങ്കിലും സർവീസ് സ്റ്റാർട്ട് ചെയ്യേ കണ്ടന്റ് ക്രിയേഷനോ ഓല എന്ത് തുടങ്ങി കഴിഞ്ഞാലും അങ്ങനത്തെ ആൾക്കാരുടെ മൈൻഡ് അങ്ങനെ. കാരണം ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, ആ ഇമ്മീഡിയറ്റുള്ള റിസൾട്ട് ഓല എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കും. എന്ന സംഭവം നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ ആണുങ്ങളുടെ ലൈഫിൽ പറയണത് ഡെക്കേഡ്സ് എടുത്തുകൊണ്ടാണ്, കുറെ കാലം എടുത്തിട്ടാണ് ഓരോ നിലയിലേക്കും ഓരോ സക്സസിലേക്കും ഓരോരുത്തർ എത്തുന്നത്. അതിന് കുറച്ച് ടൈം, കുറച്ച് മിസ്റ്റേക്കുകൾ ചെയ്ത് കുറച്ച് പിന്നെയും അതിനെ ലേൺ ചെയ്ത് അതിനെ മിസ്റ്റേക്കുകളെ മാറ്റി പിന്നെ പുതിയ സംഭവങ്ങൾ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഏത് സംഭവത്തേക്കും എത്തും. അപ്പം നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ പഠിക്കാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ഒക്കെ റെഡി ആയിക്കോളണമെന്നുണ്ടാവില്ല. നമ്മൾ ചെയ്ത് മിസ്റ്റേക്ക് വരുത്തി പിന്നെ അതിന് ലേൺ ചെയ്ത് മിസ്റ്റേക്കിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്ത് പിന്നെ നമ്മളത് ചെയ്ത് പിന്നെ പ്രാക്ടീസ് ചെയ്ത് പിന്നെ ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തി അങ്ങനെ ആ ഒരു ലാസ്റ്റത്തെ നമ്മൾ ആ ഒരു ഗോളിലേക്ക് എത്തുള്ളൂ. സോ അപ്പൊ ഫസ്റ്റ് പറയുകയാണെങ്കിൽ സെറ്റ് ഹൈ ഗോൾസ്, അതായത് ഈ ലോങ് ടേമിലേക്കുള്ള ഗോൾസ്, അത് വിത്ത് പർപ്പസ് കൊണ്ട് നമ്മൾ ആ ഗോള് അച്ചീവ് ചെയ്യാനുള്ള ഒരു പർപ്പസ്, നമ്മുടെ ലൈഫിന്റെ ഒരു ടോട്ടലി പർപ്പസ് നമുക്ക് അതിപ്പോ എത്തിക്കാം. അപ്പൊ അത് എക്സാമ്പിൾ പറയണേ, ഇപ്പൊ എൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ പറയാം. എനിക്ക് ലൈഫിൽ ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ഇത്. നമ്മൾ പഠിച്ച സംഭവം അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന സംഭവം, നമുക്ക് താല്പര്യമുള്ള സംഭവങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് ടീച്ച് ചെയ്ത് കൊടുക്കുക, അത് പറഞ്ഞു കൊടുക്കുക. സോ അങ്ങനെയാണ് ഞാൻ ഈ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയത്. സോ അപ്പൊ കണ്ടന്റ് ക്രിയേഷന്റെ ആ ഗോളും അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് ആ പർപ്പസും, അതായത് ഒരാളെ ടീച്ച് ചെയ്യാനുള്ള ആ പർപ്പസും രണ്ടും ലിങ്കായി, രണ്ടും കൂടി ചേർത്ത് വന്നു. അപ്പൊ ഇതെന്താവും ഇച്ചിരി തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ചെയ്യണത്, ഒരാൾ ടീച്ച് ചെയ്യുക. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ, അതായത് ഈ ഡിസിപ്ലിനെ കുറിച്ച്, കൺസിസ്റ്റൻസിനെ കുറിച്ച്, അതുപോലെ തന്നെ ഈ ലോങ് ടേം ഗോൾസ്, സെൽഫ് ഇംപ്രൂവ്മെന്റ്, ഹെൽത്ത്, ഫോക്കസ്, മെന്റൽ ഹെൽത്ത്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമല്ല. അതായത് എനിക്ക് താല്പര്യമുള്ള സംഭവമാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പഠിക്കും, എന്നിട്ട് അതിന്റെ ലൈഫിൽ അപ്ലോഡ് ചെയ്യും, എന്നിട്ട് അതിനെക്കുറിച്ചാണ് ഞാൻ യൂട്യൂബിൽ ടീച്ച് ചെയ്യുന്നത്. സോ അപ്പൊ അതെന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ്. അതിന് അത് പക്ഷെ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നതോ അതിന്റെ ഒരു ഗോളാണ്, അതിന്റെ ലൈഫിൽ ഒരു ഗോളുമാണ്. സോ അപ്പൊ അതാണ് നിങ്ങളെ പർപ്പസും നിങ്ങളെ ഗോളും ഒന്നിച്ചും കണ്ട് ഒരു ലോങ് ടേമിലേക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് അതിന് ഡെയിലി വർക്ക് ചെയ്യാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താവും, നമ്മൾ ഒരു ലെവലിലേക്ക് എത്തും. ഒരു വലിയ പീക്ക് ലെവലിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിലും കുറച്ച് എത്തുമ്പോൾ നമുക്ക് അത്യാവശ്യം വാല്യൂ, നമുക്ക് അത്യാവശ്യം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ആവും. പിന്നെ നമ്മളതിന് മുകളിൽ നമ്മളെ പർപ്പസുകൾ പിന്നെ അങ്ങനെ ചേഞ്ച് ആവാൻ ചേഞ്ച് ആവാൻ ടോട്ടലി ചേഞ്ച് ആവുമല്ല. പിന്നെ കുറച്ച് അങ്ങോട്ട് മാറി കൊടുത്തും പിന്നെ നമ്മൾ പുതിയ പർപ്പസുകൾ നമ്മുടെ ലൈഫിൽ ആഡ് ചെയ്ത് കൊടുത്തും പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ മാറി നമ്മളൊരു പർപ്പസ് പറഞ്ഞ ലൈഫിൽ ഒരു പൂ പോലെ വിടരുന്ന പറഞ്ഞാൽ, അതായത് നമ്മളൊരു സംഭവം ചെയ്ത് പിന്നെ അതിന്റെ ഇടയ്ക്കുള്ള സംഭവങ്ങൾ പിന്നെ ഒന്നുകൂടി താല്പര്യം തോന്നും. അതായത് ഒരു പൂ പോലെ വിരിയുകയെന്നാണ് അതിനൊക്കെ ബുക്കിലൊക്കെ പറയണത്. ഓതേഴ്സൊക്കെ റിസർച്ചേഴ്സും കാര്യങ്ങളൊക്കെ പോലൊക്കെ അങ്ങനെ പറയുന്നത്. നമ്മുടെ പർപ്പസ് ലൈഫിൽ അങ്ങനെ ഒരു പൂ പോലെ വിടരുന്ന, അതായത് നമ്മളൊരു സംഭവം ചെയ്ത് അതിന്റെ കുറച്ച് സക്സസ് കാണുമ്പോൾ പിന്നെ നമ്മൾ വേറെ ഒരു വഴിയിലൂടെ ചെയ്യും, പിന്നെ നമ്മളെ പർപ്പസ് വേറെ വഹിക്കാവും. സോ അപ്പൊ ഞാൻ ഫസ്റ്റത്തെ പോയിന്റ് പറഞ്ഞായിരിക്കും സെറ്റ് ലോങ് ടേം ഗോൾസ്. ലൈഫിൽ എന്ത് സക്സസ് ഒക്കെ ആണെങ്കിലും അത് ഒരു 10, 20 അല്ലെങ്കിൽ 15 വർഷത്തിന്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10 വർഷം കൊണ്ട് ഒരു ഫിറ്റ്നസ്
ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 വർഷം കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ട്രെയിനിങ് കോച്ചായി മാറണം. അതായത് ഗോള് കണ്ടങ്ങള് 10 കൊല്ലത്തിനുള്ളിൽ ഒരു സ്ഥലവും വെച്ചു. 10 കൊല്ലത്തിന്റെ ഉള്ളിൽ കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ജിം ട്രെയിനറായി മാറണം. അവിടെ 10 കൊല്ലമുണ്ട്. പക്ഷെ ഒരു 2-3 കൊല്ലം ഇയാള് വീഡിയോ ഇട്ട് ഇയാൾ ആ ജിമ്മിന്റെ സംഭവങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോൾ തന്നെ ഒരു 2-3 കൊല്ലം കഴിയുമ്പോഴത്തേന് മൂപ്പര് എല്ലാവരും അറിഞ്ഞ് ഒരു ലെവലിലേക്ക് എത്താൻ തുടങ്ങിയേക്കും. മൂപ്പരെ സക്സസ് ഇങ്ങനെ കാണാൻ നിർത്തിയേക്കും. പക്ഷെ 10 കൊല്ലയുടെ സമയമുണ്ട്. ആ 10 കൊല്ലം കഴിയുമ്പോഴുള്ളൂ ആ വൺ ഓഫ് ദി ബെസ്റ്റ് ട്രെയിനർ ആവുള്ളൂ. അതിനോട് ഡെക്കേഡ്സുകൾ വേണം, ടൈമുകൾ വേണം, മിസ്റ്റേക്കുകൾ വേണം. സോ അപ്പൊ എന്ത് ഗോൾ വെക്കുമ്പോഴും എന്ത് ചെയ്യുക, ഹൈ ലോങ് ടേമിലേക്ക് വെക്കുക. പിന്നെ നമ്മൾ ഷോർട്ട് ടേം ഗോൾസും അതുപോലെ തന്നെ ഈ ലോങ് ടേം ഗോൾസിന് തമ്മിലുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ, ഷോർട്ട് ടേം പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അതിനെപ്പോഴും അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിമ നമുക്ക് എന്തുണ്ടാവില്ല, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല, ഒരു നിലനിൽപ്പ് ഉണ്ടാവില്ല. എന്നാൽ നേരെ മറിച്ച് നമുക്ക് ലോങ് ടേം ഗോൾസ് ആണെങ്കിലോ നമുക്ക് അതിമ ഡിപ്പെൻസ് ചെയ്ത് നിൽക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിമ അങ്ങോട്ട് അത്ര എത്തിപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മൂപ്പർക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ട്രെയിനർ ആണ് കേരളത്തില്. അതാണ് മൂപ്പരെ മെയിൻ ഗോള്. അതാണ് ഏറ്റവും വലിയ ഗോൾ അതാണ്. പക്ഷെ മൂപ്പർക്ക് അവിടെ എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. മൂപ്പര് കേരളത്തിലൊരു ട്രെയിനർ ആയിരിക്കും, വൺ ഓഫ് ദി ബെസ്റ്റ് ട്രെയിനർ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഷോർട്ട് ടേം ഗോൾസ് എങ്ങനെ കാരണം ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ കുറച്ച് കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ കുറച്ച് ക്ലൈൻസിനൊക്കെ കിട്ടാൻ ഞാൻ കുറച്ച് ആൾക്കാരെ ട്രെയിൻ ചെയ്യാം. അതെന്താവും, അതൊരു നിലനിൽപ്പില്ല. കാരണം എന്താ വെച്ചാൽ മൂപ്പർക്ക് കുറച്ച് ട്രെയിനിങ്ങിനെ കിട്ടും, മൂപ്പര് കുറച്ച് പൈസ ഉണ്ടാക്കും, പിന്നെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ട് ചെലവാക്കും, മൂപ്പര് ആ പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ അങ്ങോട്ടായി പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യും, ആ സംഭവം അവിടെ സ്റ്റോപ്പോ. നിങ്ങൾക്ക് ഇപ്പൊ എക്സാമ്പിൾ എടുത്ത് നോക്കി തന്നെ നമ്മളിപ്പോ മലയാളത്തിൽ കുറെ റാപ്പേഴ്സ് ഒക്കെ നല്ല പീക്ക് ലെവലിക്ക് പെട്ടെന്ന് എത്തിയ ആൾക്കാരുണ്ടല്ലോ. ഇപ്പോ ഓരോക്കെ ഇപ്പൊ ഇവിടെ സംഭവം ഓരോക്കെ ഇപ്പൊ നിലനിന്ന് പോകുന്നുണ്ടെങ്കിലും ഇപ്പൊ ആൾക്കാരുടെ ഓർക്ക് വാല്യൂ ഉണ്ടാവില്ല. ഇപ്പൊ ആൾക്കാർ പുതിയ ആൾക്കാരെ പൊന്തിച്ച് നടക്കുക. സോ അപ്പൊ എപ്പോഴും ഷോർട്ട് ടേം ഗോൾസ് പറയുന്നത് നമുക്ക് ഒരു സ്റ്റെബിലിറ്റി തരൂല. അതായത് കുറച്ചു കാലം നമ്മൾ ചെയ്യും, കുറച്ചു കാലത്തേക്ക് നമ്മൾ സക്സസ് ആവും, 2-3 കൊല്ലത്തിൽ നമുക്ക് ആൾക്കാരുടെ ഇടയിൽ വാല്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും. പക്ഷെ ലോങ് ടേം ഗോൾ വെക്കുമ്പോൾ ഇപ്പൊ ഈ ലോങ് ടേം ഗോൾ വെച്ചു മൂപ്പര് 2-3 കൊല്ലം കൊണ്ട് ചെറിയ ലെവലിക്കൊക്കെ ഇങ്ങനെ അറിയലൊക്കെ തുടത്തി മൂപ്പര് ചെറിയൊരു സക്സസ് ഒക്കെ ആക്കി കുറച്ച് പൈസ ഒക്കെ മൂപ്പര് അതിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാവും ഈ പൈസയും സംഭവങ്ങളും ഒക്കെ മൂപ്പര് പിന്നെ അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. അതിന്റെ പ്രത്യേകത ലോങ് ടേമിന്റെ ഗോളിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസ പിന്നെ ആയി തന്നെ ഇൻവെസ്റ്റ് ചെയ്താണ്ട് എന്ത് ചെയ്യും, അവ ഒന്നും കൂടി ബെറ്റർ ആക്കി എടുക്കും, അവ ഒന്നും കൂടി മെച്ചപ്പെടുത്തിയെടുക്കും. എന്നാൽ നേരെ മറിച്ച് ഷോർട്ട് ടേം ഗോൾ വെച്ചാലോ കുറച്ച് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന്നിപ്പോ പൈസ ഒക്കെ വരേണ്ടത് അവിടെ നിൽക്കും. ആ ചെയ്യുന്ന ബിസിനസ്സിനെ അല്ലെങ്കിൽ ആ ചെയ്യുന്ന കണ്ടന്റ് ക്രിയേഷനെ മുമ്പ് ഒന്നും കൂടി ഡെവലപ്പ് ആക്കി എടുക്കൂല. സോ പിന്നെ 3ാമത്തെ പോയിന്റ് ആണ് ഡു മിസ്റ്റേക്സ് ആസ് എ ഏർലി ആസ് എ പോസിബിൾ. അതായത് ഏത് സംഭവം തുടങ്ങുമ്പോഴും ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞ മാതിരി വീഡിയോ ഇട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ വീഡിയോ വൈറലാണ്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ അത് ഏറ്റവും വലിയ വൺ ഓഫ് ദി ബെസ്റ്റ് സക്സസിലേക്ക് എത്തണം. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ തന്നെ അത് ഈ കേരളത്തിൽ എല്ലാവരും വാങ്ങാം. അങ്ങനെ ചിന്തിക്കണതിന് പകരം എന്ത് ചെയ്യാം, ഓക്കെ ഇതിന്റെ ഫസ്റ്റത്തെ ഞാൻ എനിക്ക് കണ്ടന്റ് ക്രിയേഷനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല, ഞാനൊരു ഫസ്റ്റത്തെ ഒരു 100 അല്ലെങ്കിൽ ഒരു 150 ഒരു 6 മാസത്തിന് ഞാൻ ഡെയിലി വീഡിയോസ് ഇടുക, അത്ര ഉള്ളു മൈൻഡ്. അതിനൊന്നും ഇങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യരുത്. കാരണം എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല, ഞാൻ അതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, അതിൽ എന്തൊക്കെ ചെയ്യണം എന്ന് എനിക്കറിയില്ല, എന്തൊക്കെ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല. സോ അപ്പൊ നിങ്ങളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് ഇപ്പോൾ 10ാം ക്ലാസ് ജൂണിൽ ഫസ്റ്റ് ക്ലാസ് തുടങ്ങുന്ന സമയം എഴുതിക്കൂടെ, 1 ഇയർ നിങ്ങൾക്ക് അവിടെ നിങ്ങളെ ഗോൾ എന്താ, എക്സാം പാസ്സാവുക, എക്സാം പാസ്സാക്കി സർട്ടിഫിക്കറ്റ് വാങ്ങുക. ഒരു കൊല്ലം ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഈ എക്സാം പാസ്സാവണമെങ്കിൽ എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം, എത്ര പഠിക്കണം എന്ന് നിങ്ങൾക്ക് ടീച്ചേഴ്സ് പഠിപ്പിച്ചു തരും. നിങ്ങൾക്ക് അവിടെ ബുക്ക് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞു തരും. കാരണം നിങ്ങൾക്ക് ഈ ചെയ്താൽ മതി, ജസ്റ്റ് വണ്ടി കയറി കുത്തിരുന്നാൽ മതി, ആ വണ്ടി അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നേരെ മറിച്ച് ഈ കണ്ടന്റ് ക്രിയേഷൻ, ഈ ബിസിനസ്, അതുപോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ നടക്കണമെങ്കിൽ അവിടെ വണ്ടിയില്ല, ഒരു ടീച്ചറും ഇല്ല, ഒരു ബുക്കും ഇല്ല, ഒക്കെ നമ്മളാണ്. ആ ഡ്രൈവിംഗ് സീറ്റിൽ നമ്മളാ. ഈ വണ്ടി അതിലൂടെ ഓടിച്ചണം, എത്ര ആ വണ്ടിന്റെ താക്കോല് നമ്മൾക്കാണ് തരിക. പിന്നെ നമുക്ക് എവിടെ വണ്ടി എത്ര സ്ഥലത്തൊക്കെ ഓടിക്കണം നമ്മൾ. അപ്പൊ ഇതിന്റെ ഇടയിൽ കുറെ മിസ്റ്റേക്കുകൾ വരും. കാരണം നമുക്ക് പറഞ്ഞു തരാൻ ആരുമില്ല. ടീച്ചേഴ്സ് നമ്മളോട് പറയും ഇത് ഇന്നതൊക്കെയാണ് പഠിച്ചത് എക്സാം പാസ്സാണെങ്കിൽ. നേരെ മറിച്ച് കണ്ടന്റ് ക്രിയേഷൻ മെച്ചപ്പെടണമെന്ന് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ സക്സസിലേക്ക് എത്തണമെന്ന് നമുക്ക് അങ്ങനെ ആരും പറഞ്ഞു തരാനുണ്ടാവില്ല. ചില കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ പറഞ്ഞു തരുന്നുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ചെയ്യണം. അപ്പൊ ഫസ്റ്റത്തെ നിങ്ങൾ ഫസ്റ്റ് ഒരു സംഭവം തുടങ്ങുകയാണെങ്കിൽ ആയിക്കോട്ടെ, ഫസ്റ്റ് ഞാനൊരു 100-150 തവണ ഞാൻ ട്രൈ ചെയ്യട്ടെ. അപ്പൊ അതിന് വരുന്ന മിസ്റ്റേക്കുകൾ, അതിന് വരുന്ന കുറെ സംഭവങ്ങൾ ഞാൻ പഠിക്കും. പിന്നെ ഒന്നുകൂടി എന്തായും ഞാൻ ബെറ്റർ ആക്കി ചെയ്യും. ഓക്കെ, ആ ബിസിനസ് തുടങ്ങുന്ന സംഭവം എന്തോ നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ മെന്റാലിറ്റി മാത്രം വെച്ചാൽ മതി. ഫസ്റ്റ് ഒരു 100-150 ട്രയല് ഞാൻ ഫുള്ള് മിസ്റ്റേക്ക് വരുത്തുകയാണ്. ഓക്കെ,
അതിന് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ഞാൻ സബ്സ്ക്രൈബേഴ്സ് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടി ചെയ്താൽ നമ്മൾ അതിന് കുറേ മിസ്റ്റേക്കുകൾ പഠിക്കും, കുറെ എന്ത് സംഭവം ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും, എന്ത് സംഭവം ചെയ്യണ്ടെന്ന് മനസ്സിലാവും. ആ മിസ്റ്റേക്കിൽ നിന്ന് പഠിച്ചാണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കാര്യങ്ങൾ ഒന്നുകൂടി ഡെവലപ്പ് ആക്കാൻ ഒന്നുകൂടി പെട്ടെന്ന് കഴിയും. സോ അതാ ഞാൻ പറഞ്ഞത്, ഏത് സംഭവത്തിലും മിസ്റ്റേക്സുകൾ ആദ്യം വരുത്തുക, എന്നിട്ട് ആ മിസ്റ്റേക്സുകൾ പഠിക്കുക. നമ്മൾ സ്കൂൾ സിസ്റ്റം പഠിപ്പിച്ച് നമ്മളെ ബ്രെയിനിൽ വെച്ചിരിക്കണമെന്ന് ചോദിച്ചാൽ, ഓല് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റേക്കുകൾ ലൈഫിൽ വരുത്താൻ പാടില്ല. മിസ്റ്റേക്കുകൾ വരുത്തിയാലൊക്കെ ലൈഫിൽ തോറ്റിട്ടുള്ളൂ. നേരെ മറിച്ച് നോക്കിയാൽ ലൈഫിൽ ഏത് സക്സസിലോട്ട് എത്തിയ ആൾക്കാരും ഓല് സക്സസിൽ എത്തുന്ന സമയത്ത് 90% ഓരോ ലൈഫിൽ വന്നത് മുഴുവൻ മിസ്റ്റേക്കുകളെ കാരണം. ഓല് തൊട്ടത് മിസ്റ്റേക്ക് കാരണം, ചെയ്തത് മിസ്റ്റേക്ക് കാരണം, പറഞ്ഞത് മിസ്റ്റേക്ക് കാരണം, എന്നിട്ട് ഓല ഇന്ന് പഠിച്ചു. സോ മിസ്റ്റേക്ക് പറയുന്നത് മിസ്റ്റേക്ക് ചെയ്ത് എറിയാണ്ട് മൂപ്പര് ലൈഫിൽ വേർത്തിസ്റ്റ് ആയി അല്ലെങ്കിൽ മൂപ്പര് മോശപ്പെട്ട ഒരാളാണെന്നല്ല. അതിന് പഠിച്ച് എത്രത്തോളം ബെറ്റർ ആവാൻ പറ്റുന്നു, അതാണ് അവിടെയാണ് മൂപ്പര് കൈവരുന്നത്. സോ അപ്പോൾ മിസ്റ്റേക്കുകൾ ഏത് സംഭവത്തിലും വരുത്തുന്നത് നല്ലതാണ്, അതിന് പഠിക്കുക. ഓക്കെ. പിന്നെ നാലാമത് ഞാൻ ഒരു ബോണസ് രണ്ട് ടിപ്പ് കൂടി പറഞ്ഞുതരാം. സക്സസ് ടേക്ക് ടൈം. ഏത് സംഭവം എടുത്ത് നോക്കിക്കോളിയും, നിങ്ങൾ ഈ സ്പോർട്സ് മേഖലയിൽ ഈ ഫുട്ബോൾ, ക്രിക്കറ്റ് അവിടെ എടുത്ത് നോക്കിക്കോളിയും. ബിസിനസ്സിൽ നമ്മുടെ ലോകത്തിൽ വൺ ഓഫ് ദി ഒരു സാധനത്തും അറിയപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ വാരൻ ബഫറ്റ്, അതുപോലെ തന്നെ ഈ ഐഫോണിന്റെ ഒക്കെ ഫൗണ്ടർ മൂപ്പര്, സ്റ്റീവ് ജോബ്സ്, അങ്ങനത്തെ ആൾക്കാർ, എലൻ മസ്ക്, ഇവരൊക്കെ ലൈഫിൽ ഒരു സംഭവത്തിലാണ് നമ്മൾ ഈ ലോകം മുഴുവൻ അറിയണേ. സ്റ്റീവ് ജോബ്സ് ഇപ്പോൾ ഐഫോണിന് മാത്രമാണ് മൂപ്പര് ലൈഫ് മുഴുവൻ ലോകം മുഴുവൻ അറിയണത്. സോ അപ്പോൾ ഓലൊക്കെ അവിടേക്ക് എത്താൻ നിങ്ങൾ എത്ര ടൈം എടുത്തു ജസ്റ്റ് ഒന്ന് നോക്കി. സക്സസിന് അത്രയും ടൈം എടുക്കും. ഇപ്പോൾ എലോൺ മസ്ക് തന്നെ അത്രയും സംഭവങ്ങൾ ട്രൈ ചെയ്ത് ലാസ്റ്റ് മൂപ്പര് കടം വാങ്ങിയൊരു പൈസക്ക് ലാസ്റ്റത്തെ ആ സംഭവമാണ് മൂപ്പര് സക്സസ് ആയത്. സോ ഇപ്പം ഏത് സംഭവം ഇപ്പോൾ സ്പോർട്സ് എടുത്ത് നോക്കി, നമ്മുടെ സ്പോർട്സിലൊക്കെ ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന, പീക്ക് ലെവലിൽ നിൽക്കുന്ന പ്ലേയേഴ്സ് ഒക്കെ എടുത്ത് നോക്കി, ഓരൊക്കെ ഈ 10-20 വർഷം ഇടുമ്പോൾ എഫേർട്ട് ഇട്ട് ആ സക്സസിലേക്ക് എത്തിയ ആൾക്കാരാണ്. സോ ലൈഫിൽ സക്സസ് ആവാൻ ടൈം എടുക്കും, പ്രത്യേകിച്ച് നമ്മളെ ആണുങ്ങളുടെ കാര്യത്തിൽ. പെണ്ണുങ്ങളുടെ കാര്യത്തിൽ പിന്നെ അത്ര ഓൾക്ക് ആ സക്സസ് ആവാൻ അത്ര ടൈം എടുക്കലില്ല നമ്മളെ ആണുങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. നേരെ മറിച്ച് ആണുങ്ങളെ കാര്യത്തിൽ ഹെൽത്തിലായാലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും പൈസന്റെ കാര്യത്തിലായാലും നമ്മുടെ ലൈഫിൽ എന്തുണ്ടാവുന്ന സംഭവത്തിനായാലും അവർ 13s ഒക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു 13ന്റെ മിഡിൽസ്, അതായത് ഒരു 35, ആ ഒരു 40, 14s, ആ ഒരു ഏജിലൊക്കെയാണ് ഹൈ സക്സസിലേക്ക് ആൾക്കാർ എത്തല്. സോ അപ്പൊ എപ്പോഴും എന്ത് സംഭവം ചെയ്യുമ്പോഴും ഇത് കരുതുക, സക്സസ് ടേക്ക് ടൈം. ഞാൻ പറഞ്ഞ മാതിരി മിസ്റ്റേക്സുകൾ വേഗം വരുത്തുക, എന്നിട്ട് അതിന് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ് ലാസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഡോക്യുമെന്റ് യുവർ ജേണി. ഏത് സംഭവമാണ് തുടങ്ങി, നിങ്ങളിപ്പോൾ ഒരു ഫിറ്റ്നസ് ജേണി തുടങ്ങി, അല്ലെങ്കിൽ സെൽഫ് ഇംപ്രൂവ്മെന്റ് ജേണി തുടങ്ങി, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി, ബിസിനസ് തുടങ്ങി, എന്ത് സംഭവം തുടങ്ങി കഴിഞ്ഞാലും ആ ജേണിനെ നിങ്ങളത്, അതായത് ഇപ്പൊ ഒരു സ്ഥലത്തേക്കാണ് നിൽക്കുന്നത്, ഈ സ്ഥലത്ത് നിന്ന് ഈ സ്ഥലത്തേക്ക് കാര്യങ്ങളൊക്കെ എത്തേണ്ടി. അതായത് ഇപ്പോൾ ഒരു 100 കിലോ ഉള്ള ഒരാള്, മുപ്പത് ലക്ഷം എന്ന് പറയുന്നത് തടി കുറക്കണം, ഫാറ്റ് കുറക്കണം. അപ്പൊ ഒരു 30 ലക്ഷം വെച്ചു, അല്ലെങ്കിൽ ഇപ്പൊ ഒരു 75 kg എത്തണം. അതായത് 25 കിലോ മുപ്പർക്ക് വരണം. അപ്പോൾ ഈ 75 കിലോ ഇവിടെയാണ് മൂപ്പര് നിൽക്കുന്നത്, ഇവിടെയാണ് ഇപ്പൊ ഏറ്റവും അടിയിലാണ് മൂപ്പര് നിൽക്കുന്നത്, ഈ ലെവലിലേക്ക് എത്തണം. അപ്പൊ ഇതിന് ഈ അടിയിലുള്ള ആ ജേണി ഉണ്ടാവുമല്ലോ, അതിനെ ഡോക്യുമെന്റ് ചെയ്യുക. അതിന് മിസ്റ്റേക്സുകൾ അതിനും നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പൊ എല്ലാവരും ചെയ്യണത് സോഷ്യൽ മീഡിയയിൽ അവനത് ജേണിയൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ജേണൽ ചെയ്യാം, നമുക്ക് ഡെയിലി എഴുതിയാണ് അങ്ങനെ ശരിയാക്കാം. ഇതിനൊക്കെ നമുക്ക് മിസ്റ്റേക്കുകൾ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. സോ ഇത്രയുള്ള വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് നമ്മളെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ബുക്കിൽ ഈ നോൺ ഫിക്ഷൻ ബുക്കിലൊക്കെ അതിനെ കുറിച്ച് അങ്ങനെ പറയുന്നത്. ഓതേഴ്സൊക്കെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഇപ്പൊ ഒരു ബുക്ക് എഴുതിയ ഓതേഴ്സിനെ നോക്കി, ആ ഒരു 10-300 ബുക്ക് എഴുതാനൊക്കെ ഓലെടുത്തൊക്കെ 5-6 വർഷമൊക്കെ കാരണം. ജസ്റ്റ് ഒരു 300 പേജിലെ ബുക്ക് ചെയ്താൽ 5-6 വർഷമൊക്കെ കാരണം. ഇപ്പൊ ഞാൻ പറഞ്ഞത് അതിനെ കുറിച്ചാണ്. സക്സസ് ടേക്ക് ടൈം. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഏത് സക്സസ് വരികയാണെങ്കിലും അതിനൊരു ഡിലേഡ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ നമുക്ക് കിട്ടുള്ളൂ. സോ ഇത്രയുള്ളൂ. സീ യു ഇൻ ദി അനദർ വീഡിയോ.